വിജിലൻസ് കൈക്കൂലി കേസിൽ ഇ.ഡി. ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിനെ തൽക്കാലം അറസ്റ്റ് ചെയ്യില്ല. കേസിൽ അറസ്റ്റ് ചെയ്യില്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചത് രേഖപ്പെടുത്തിയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പ്രോസിക്യൂഷൻ മറുപടി ഹൈക്കോടതി രേഖപ്പെടുത്തി. ശേഖർ കുമാറിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ജൂൺ 11 മാറ്റി. രേഷ്മ ചേരുന്നു. രേഷ്മ, എന്താണ് ഈ കേസിൻ്റെ വിശദാംശങ്ങൾ? നിലവിലെ അവസ്ഥ എന്താണ്? നമ്പർ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കൈക്കൂലി കേസിൽ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ശേഖർ കുമാറിനെ തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാടാണ് പ്രോസിക്യൂഷൻ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്താണ് തൽക്കാലം അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഹൈക്കോടതിയെ പ്രോസിക്യൂഷൻ അറിയിച്ചത്. ഇക്കാര്യം രേഖപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി പ്രസ്തുത മുൻകൂർ ജാമ്യ ഹർജി ജൂൺ 11 മാറ്റിയിട്ടുണ്ട്. 10 ദിവസത്തിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള മറുപടി നൽകണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും മുൻകൂർ ജാമ്യ ഹർജിയിൽ ശേഖർ കുമാർ ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത് തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും പരാതിയും ഒക്കെ തന്നെ അത് അടിസ്ഥാനരഹിതമാണ്, ഗൂഢ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല, ഈ കേസിൽ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കൈക്കൂലി കേസിലെ പരാതിക്കാരൻ എന്ന് പറയുന്ന അനീഷ് ബാബു നേരത്തെ ഇ.ഡി. കേസിലെ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തനിക്കെതിരെ തെളിവുകളൊന്നുമില്ല, യാതൊന്നും തന്നെ താനും ഈ കേസുമായി ബന്ധപ്പെടുത്തുന്ന ഒന്നും തന്നെ കണ്ടെത്തുവാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു ശേഖർ കുമാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. എന്തായാലും ശേഖർ കുമാറിന് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള നിലപാട് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത് അത് ഹൈക്കോടതി രേഖപ്പെടുത്തിക്കൊണ്ട് ജാമ്യ ഹർജി മുൻകൂർ ജാമ്യാപേക്ഷ ജൂൺ 11 മാറ്റിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള മറുപടി പ്രോസിക്യൂഷൻ നൽകേണ്ടി വരും. നേരത്തെ തന്നെ വിജിലൻസിന്റെ പക്കൽ ഈ ശേഖർ കുമാറിനെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇല്ല എന്നതിൻ്റെ ചില സാഹചര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ തന്നെ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. കാരണം തെളിവുകൾ കണ്ടെത്താതെ ഇ.ഡി. ഉദ്യോഗസ്ഥനായിട്ടുള്ള ശേഖർ കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അതിനിടയിൽ തന്നെ ഈ വിഷയത്തിൽ, അതായത് വിജിലൻസ് കേസ് എടുത്തൊരു സാഹചര്യത്തിൽ സമാന്തരമായിട്ട് ഇ.ഡി. അന്വേഷണം ആരംഭിച്ചിരുന്നു. ഡൽഹിയിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആണ് ഈ ഒരു വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തുന്നത്. എന്തായാലും നിലവിൽ ഇ.ഡി. ഉദ്യോഗസ്ഥനായിട്ടുള്ള ശേഖർ കുമാറിനെ തൽക്കാലം അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യമാണ് വിജിലൻസ് ഹൈക്കോടതി മുൻപാകെ അറിയിച്ചിട്ടുള്ളത്. അനിൽ നമ്പ്യാർ.